നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുകയും ചെയ്ത സമയം മുതൽ തന്നെ തുടങ്ങുന്നു പാലക്കാട് കോൺഗ്രസിന്റെ അധപ്പതനം എന്ന് പറയേണ്ടി വരും. ഒരു ഹരിയാന ഇഫക്റ്റ് ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഹരിയാനയിൽ ഇവിടെ മലമറിച്ച് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹൂഡ അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ശക്തരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നിരവധി ആളുകളെ സ്വന്തക്കാരെ എല്ലാം പിടിച്ച് സ്ഥാനാർത്ഥികളായി നിർത്തി ഒറ്റയൊടുവിൽ ദയനീയമായ രീതിയിൽ അവിടെ BJPക്ക് മുമ്പിൽ കാലിൽ വീണ് അടിയറവ് പറഞ്ഞിട്ട് ഇറങ്ങേണ്ടി വന്ന ഒരു കൂട്ടരാണ് കോൺഗ്രസ് പാർട്ടി. നമുക്കറിയാം, ഒരുപക്ഷെ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഹരിയാനയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീഴ്ചയുണ്ടായതിന് കാരണം എന്താണ്? അവിടെ ഈ ഹൂഡ നടത്തിയ സ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ, അതുമല്ലെങ്കിൽ സ്വജന പക്ഷപാതിത്വം എന്ന് പച്ചയ്ക്ക് പറയാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കാരണമാണ് താൻ പോരിമയും ഈ സ്വജനപക്ഷപാതിത്വവും അതോടൊപ്പം ഞാനാണ് വലിയവൻ എന്നുള്ള രീതിയിലുള്ള ഒരു ധാർഷ്ട്യവും ഒക്കെ തന്നെ കാരണമാണ് അവിടെ ഹരിയാനയിൽ BJP വീണ്ടും അവിടെ അധികാരം ഏറ്റെടുക്കാനുള്ള കാര്യം. അതേപോലെ തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണോ എന്നുള്ളതിൻ്റെ സൂചനകളാണ് പാലക്കാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണല്ലോ ഒരു പാർട്ടിയുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പാർട്ടിയുടെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ അപജയത്തെക്കുറിച്ചും നമ്മൾ കാണുന്ന അപ്പോഴാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന, അതായത് DCCയിലുള്ള സകലമാന നേതാക്കളുടെയും ഉള്ളിൽ അത് വേണ്ടായിരുന്നു എന്നുള്ള ചിന്തയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ഒറ്റക്കെട്ടായ തീരുമാനം തന്നെയായിരുന്നു ആ DCCയിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ മുതിർന്ന നേതാക്കളെയെല്ലാം അവരുടെ ഒരു വാക്കുകളെ പോലും വില കൽപ്പിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് VD സതീശനും ഷാഫി പറമ്പിലും ചേർന്ന് നടത്തിയത് എന്ന് നമുക്ക് കാണാം. ഇപ്പോഴും അതിനെ തുടർന്നാണ് പല നേതാക്കളും ഇപ്പോഴും അവിടുന്ന് പാർട്ടിയിൽ നിന്ന്, DCCയിൽ നിന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ശക്തമായ കൊഴിഞ്ഞുപോക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി വോട്ടുകളാണ് നഷ്ടപ്പെടുന്നതല്ല, ഇവരൊക്കെ ഏത് ചേരിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെ ആയിരുന്നാലും ഇപ്പം മറ്റൊരു പ്രശ്നം കൂടി വന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് തൽക്കാലം പാർട്ടി പ്രചരണത്തിന്റെ രംഗത്തെങ്ങും സജീവമായിട്ടില്ല. എന്തിനേറെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഈ ഒരു പ്രചരണത്തിനായി അല്ലെങ്കിൽ പ്രചരണ രംഗം കൊഴുപ്പിക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പൊ ലീഗും ഇടഞ്ഞു നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം അവർ താല്പര്യപ്പെടുന്നില്ല. ഇതിനിടയിലാണ് ഷാഫി പറമ്പിലിന് സുരേന്ദ്രൻ 5 കോടി രൂപ കൊടുത്തു എന്നുള്ള വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുന്നത്. അത് സുരേന്ദ്രൻ തന്നെ പറഞ്ഞതാണ്. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസ് പാലക്കാട് വല്ലാത്ത ഒരു അടിപതറിയ അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും. ഷാഫി പറമ്പിലും സതീശനും കൂടി ചേർന്ന് നയിക്കുന്ന ഒരു നെക്സസ്, അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് പോകുന്നു. AI ഗ്രൂപ്പുകൾക്കിടയിൽ പോലും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. AI ഗ്രൂപ്പുകളിൽ ആർക്കും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ തന്നെയുമല്ല, അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, പ്രചരണ രംഗത്ത് പ്രവർത്തകരെ നന്നായി ഇറക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ കഴിയാതെ വരുന്നു. ഇപ്പോൾ അവിടുത്തെ തന്നെ DCC തന്നെ വിലയിരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രചരണം വളരെ ദുർബലമായ പ്രചരണമാണ് നടക്കുന്നത്. അതേസമയം പാർട്ടി വിട്ടുപോയ P സരീൻ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയായി മാറി. ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നാൽ പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിൽ നിൽക്കുകയാണ്. അതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇത്തരത്തിലുള്ള അത് നമ്മളാരും പറയുന്നതല്ല, അവിടുത്തെ DCC തന്നെ വിലയിരുത്തിയ കാര്യമാണ്. ഈ രീതിയിലാണ് അവരുടെ മുന്നോട്ട് പോക്കെങ്കിൽ അവിടെ ഒരു വലിയ പരാജയം, കനത്ത പരാജയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് DCC വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്, മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇവിടേക്ക് വരുന്നില്ല എന്നുള്ളത്. രമേശ് ചെന്നിത്തല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ആ ഒരു ചുമതലകളുമായി ബന്ധപ്പെട്ട് ആ തിരക്കുകളിൽ നിൽക്കുന്നത് കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇവിടേക്ക് വരാൻ കഴിയുന്നില്ല. K മുരളീധരൻ കഴിഞ്ഞ ദിവസം വരെ ആ ഭാഗത്തേക്ക് അടുക്കാൻ നിൽക്കുന്ന ഒരാളായിരുന്നു. ഏറ്റവും ഒടുവിൽ K മുരളീധരനെ പാർട്ടി നിർബന്ധിച്ച് പ്രഷർ ചെയ്തിട്ട് ഒടുവിൽ പാലക്കാടേക്ക് എത്തിക്കാം, ഞാൻ വന്നോളാം പാലക്കാടേക്ക് എന്നൊരു നിലപാടിലേക്ക് കൊണ്ടെത്തിച്ചു. ഒടുവിൽ മനസ്സോടുകൂടി പാർട്ടി പറയുന്നതല്ലേ കേട്ടുകളയാം എന്നുള്ള നിലയിൽ ഈ കൊണ്ടുവന്ന് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മുരളീധരനെ എത്തിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വന്തം അമ്മയെ വളരെ മോശമായ രീതിയിൽ സമൂഹത്തിൽ തരം താഴ്ത്തി ഇകഴ്ത്തി കാണിച്ച ആ രാഹുൽ മാങ്കൂട്ടം ജയിക്കണമെന്ന് യാതൊരു ആത്മാർത്ഥതയും K മുരളീധരനില്ല. ഒരു സ്ഥാനാർത്ഥിയെ ജയിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോഴാണ് ഒരു മുതിർന്ന നേതാവിൻ്റെ പ്രചരണത്തിന് അവിടെ ഒരു വിലയുണ്ടാകുന്നത്. സ്വന്തം അമ്മയെ സമൂഹ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന മാന്യതകളെല്ലാം വലിച്ചു കീറിക്കളയുന്ന തരത്തിൽ പ്രസ്താവന ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അമ്മയെ സ്നേഹിക്കുന്ന, അമ്മയോട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ഒരു മകൻ എങ്ങനെയാണ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുക? അതൊരു മാന്യമായ ചോദ്യമാണ് ഉയർത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു BJP കാരൻ്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനെത്തിയ സരിന് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ധാർഷ്ട്യം നിറഞ്ഞ സമീപനം,
അതിനെ അവർ നിഷ്കളങ്കരാണ്, അതുകൊണ്ട് അവരങ്ങനെ പ്രതികരിച്ചു എന്ന് പറഞ്ഞ VD സതീശനെ നമുക്ക് കാണാം. അപ്പം ഷാഫി പറമ്പിൽ നേരെ തിരിച്ചായിരുന്നെങ്കിലോ? സരിൻ കാണിച്ച ആ വിശാല മനസ്കത, അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ശത്രുതയാണ് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രതിയോഗിയോടുള്ള അല്ലെങ്കിൽ എതിരാളിയോടുള്ള ഒരു മാന്യമായ സമീപനമല്ല. അതിനെ രമേശ് ചെന്നിത്തല പോലും ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, താഴെത്തട്ടിലുള്ള പ്രവർത്തകരൊന്നും ഇതിനകത്തേക്ക് ഇറങ്ങുന്നില്ല, പ്രചരണ രംഗത്തേക്ക് എത്തുന്നില്ല. ഇതൊക്കെ അവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ ആശങ്കയിലും മുൾമുനയിലും നിർത്തുന്ന കാര്യമാണ്. തന്നെയുമല്ല, പ്രതിപക്ഷ നേതാവിനെതിരായി തന്നെയാണ് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെ നിൽക്കുന്നത്. ഇവർ തന്നെ പറഞ്ഞിരുന്നു, ഇവരുടെ തീരുമാനമാണ്, രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും തീരുമാനമാണ് സ്ഥാനാർത്ഥി നിർണയം. അതിന് തൽക്കാലം നിന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഗതികേടിലാണ് കോൺഗ്രസിലെ മുതിർന്ന പ്രവർത്തകരെല്ലാവരും തന്നെ. പിന്നീട് VD സതീശൻ പറയുന്നുണ്ട്, അത് പത്മജ വേണുഗോപാലിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ അല്ല കോൺഗ്രസിൻ്റെ കാര്യം തീരുമാനിക്കുന്നത്, അവർ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് പോയെങ്കിലും പറഞ്ഞതിൽ കഴമ്പില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ചെയ്തത് എന്തായിരുന്നു? ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാരെല്ലാം നമിക്കുന്ന ഒരു വനിതയെ, കെ കരുണാകരൻ്റെ ഭാര്യയെ എത്ര മോശം വാക്കുകൾ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചത് എന്ന്, അല്ലെങ്കിൽ അതിനൊരു ഖേദം പ്രകടിപ്പിക്കണമെന്നെങ്കിലും പറയാൻ എന്തുകൊണ്ട് VD സതീശന് കഴിഞ്ഞില്ല? എന്നിട്ട് പറയുകയാണ് അവർ കോൺഗ്രസ് വിട്ടു പോയവരാണ് എന്ന്. ആയിക്കോട്ടെ, പക്ഷേ ആ കോൺഗ്രസ് വിട്ടുപോയി അവർ BJPയിൽ നിന്നിരുന്നാലും ശരി തന്നെ, ഈ പറയുന്ന പത്മജ വേണുഗോപാൽ കരുണാകരൻ്റെ മകളല്ലാതാകുന്നില്ല. അവർ കരുണാകരൻ്റെ മകൾ തന്നെയാണ്. കെ മുരളീധരനും പത്മജ വേണുഗോപാലും സഹോദരന്മാരാണ് എന്നുള്ള വിവരം എന്തുകൊണ്ട് VD സതീശൻ പലപ്പോഴും മറന്നു പോകുന്നു? അപ്പോൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നാലും ഈ പറയുന്ന പോലെ ആ ഒരു ബന്ധം നശിക്കുന്നില്ല. അപ്പം ഈ കരുണാകരൻ്റെ ഭാര്യയെ പറഞ്ഞാൽ പത്മജ വേണുഗോപാലിന് വേദനിക്കും, കെ മുരളീധരന് വേദനിക്കും. കാര്യം ഇത് രണ്ടുപേരുടെയും അമ്മ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് VD സതീശൻ ആ രീതിയിൽ പറഞ്ഞിട്ട് വെറുതെ പത്മജ വേണുഗോപാൽ ഈ കോൺഗ്രസിൻ്റെ കാര്യം അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയുടെ കാര്യം അവർക്ക് അന്വേഷിക്കാൻ കഴിയും. അവരുടെ ചേട്ടൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് കൃത്യമായി പറയാൻ ആ സഹോദരിക്ക് കഴിയും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണമായിരുന്നു പലപ്പോഴും VD സതീശൻ പ്രതികരിക്കേണ്ടിയിരുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഇനിയും തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇനി എന്തൊക്കെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഈ കോൺഗ്രസ് പാർട്ടി ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എത്രത്തോളം നേട്ടമുണ്ടാക്കുമോ, അതോ ഹരിയാനയിൽ സംഭവിച്ച പോലെ ഒരു വലിയ പരാജയമായിരിക്കുമോ പാലക്കാട് കോൺഗ്രസിനെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പോടുകൂടി കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.